ഔട്ട് ഓഫ് സൈറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഔട്ട് ഓഫ് സൈറ്റ് ഇന്നിവിടെ ചർച്ച ചെയ്യുന്ന വിഷയം വെഞ്ഞൂറാമൂട്ടിലെ കൊടും കൊലപാതക അഫാനും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി എന്ത് ബന്ധമെന്നാണ്. ഇവിടെ സർവപ്രതാപിയായ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി താരതമ്യം ചെയ്യാൻ മാത്രം അഫാൻ ഉണ്ടോ? ട്രംപിന്റെ മുമ്പിൽ അഫാൻ എത്ര നിസ്സാരൻ എന്നെങ്കിലും ചോദിച്ചേക്കാം. പക്ഷെ എന്നാൽ അമേരിക്കയുടെ 47ാമത് പ്രസിഡന്റായി ട്രംപ് വീണ്ടും അധികാരത്തിൽ വരുമ്പോൾ അമേരിക്കയിൽ ട്രംപ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഓരോ ഭരണ നടപടികൾ കാണുമ്പോൾ വെഞ്ഞൂറാമൂട്ടിലെ ക്രൂര കൊലപാതകി അഫാനുമായി എന്തോ ബന്ധമുണ്ട് എന്ന് നമുക്ക് തോന്നിപ്പോകും. അഫാൻ ചെയ്തത് എന്താണ്? തന്നെ സ്നേഹിക്കാൻ മാത്രം ചെയ്ത തന്റെ പ്രിയപ്പെട്ട ജനങ്ങളെ, തന്റെ ഏറ്റവും പ്രിയപ്പെട്ട അനുജൻ, താൻ വിവാഹം ചെയ്യാൻ തീരുമാനിച്ചിരുന്ന വനിതാ സുഹൃത്ത്, അങ്ങനെയുള്ള 5 പേരെ നിർഭയം പച്ചക്കറിയിരുന്ന രാവത്തോടുകൂടി കൊന്നുകളഞ്ഞെന്നുള്ളതാണ്. എന്നാൽ ആ കൃത്യത്തിൽ തനിക്ക് യാതൊരു പശ്ചാത്താപമോ കുറ്റബോധമോ അഫാൻ പ്രകടിപ്പിച്ചിട്ടില്ല. അത്തരത്തിലൊരു സൈക്കോപാത്തിക് നിലവാരത്തിലുള്ള ഒരു വ്യക്തിയായിരുന്നു അഫാൻ. അതായത് നന്മയും കരുണയും ആർദ്രതയും സ്നേഹവും ഒക്കെ പറ്റിവരേണ്ട ഒരു മനസ്സിന്റെ ഉടമ, ഒരു സൈക്കോപാത്തിക്. ആ ഒരു നിലവാരത്തിലാണ് ഇന്ന് ട്രംപിന്റെ ഭരണ നടപടികൾ കാണുമ്പോൾ മറ്റൊരു അഫാനായി പോലും നമുക്ക് തോന്നിപ്പോകുന്നു. ട്രംപ് അമേരിക്ക നടപ്പിലാക്കിയ ആദ്യത്തെ നടപടി അനധികൃത കുടിയേറ്റക്കാരെ കൈവിലങ്ങണിച്ച് ഡീപ്പോർട്ട് ചെയ്യുന്ന ഒരു നടപടിയാണ് സ്വീകരിച്ചത്. അതിനുള്ള എല്ലാ നിയമങ്ങളെയും കീഴ്വഴക്കങ്ങളെയും ലംഘിച്ചുകൊണ്ട് ഉള്ള നടപടിയാണ് ട്രംപ് സ്വീകരിച്ചത്. കൈവിലങ്ങണിച്ച് സൈനിക വിമാനത്തിൽ കയറ്റി ദീർഘദൂരം യാത്ര ചെയ്ത് അതിനിടയിൽ ഭക്ഷണം കഴിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ടോയ്ലറ്റിൽ പോകുന്ന സമയത്തോ പോലും ഈ കൈവിലങ്ങ് അണിച്ചു വെക്കാൻ തയ്യാറായില്ല. അത്ര ക്രൂരമായ നിലയിലാണ്, മനുഷ്യത്വരഹിതമായാണ് ട്രംപ് അവരോട് പെരുമാറിയത്. അപ്പോൾ ട്രംപ് ഇത് ചെയ്യാൻ കാരണം, ട്രംപ് അധികാരത്തിന് ശേഷം അമേരിക്കൻ ജനതയോട് ഒരു പ്രഖ്യാപനം നടത്തുണ്ടായി. ഇനി മുതൽ അമേരിക്കയുടെ നല്ല ദിനങ്ങൾ, ഇനി മുതൽ അമേരിക്ക ലോകത്തിലെ ഫസ്റ്റ് ആയിരിക്കും, അമേരിക്ക ലോകത്തിൽ നമ്പർ 1 ആയിരിക്കും. അതിനുവേണ്ടി മെഗാ എന്നൊരു പ്രോജക്റ്റ് കൂടി ട്രംപ് പ്രഖ്യാപിക്കുകയുണ്ടായി. അതായത് മേക്ക് അമേരിക്ക ഗ്രേറ്റ്, ഇനി മുതൽ അമേരിക്ക ലോകത്തിലെ നമ്പർ 1 ആയിരിക്കും എന്നാണ്. അതിനുവേണ്ടിയുള്ള നമ്പർ 1 ആകുന്നതിന് വേണ്ടിയുള്ള നടപടികളാണ് താൻ ചെയ്യുന്നത് എന്നാണ് ട്രംപ് അമേരിക്കൻ ജനതയോട് പറയുന്നത്. കാരണം അമേരിക്കയിലെ ജനങ്ങളുടെ കൈയടി വാങ്ങാനും അമേരിക്കൻ ജനങ്ങളുടെ പിന്തുണ വാങ്ങാനും വേണ്ടിയിട്ടുള്ള നടപടികളാണ് ട്രംപ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, താൻ മാത്രമാണ് അമേരിക്കൻ ജനതയുടെ ഉത്തമ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഭരണാധികാരി എന്നും തനിക്ക് മുമ്പ് ഭരണാധികാരിയായിട്ടുള്ള പ്രസിഡന്റുമാരൊക്കെ അമേരിക്കയെ ഉത്തമ താല്പര്യമല്ല അവർ പ്രതിദാനം ചെയ്തത് എന്ന് വരുത്തി തീർക്കുന്നതിനുള്ള ഒരു കുത്സിത ശ്രമമാണ് ട്രംപ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി ആണ് ഈ ഇത്തരത്തിലുള്ള ക്രൂരമായ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് ഈ അനധികൃത കുടിയേറ്റക്കാര് നടകടത്താൻ തീരുമാനിച്ചത്. പക്ഷെ അമേരിക്കയുടെ 16ാമത് പ്രസിഡന്റായിരുന്ന എബ്രഹാം ലിങ്കൺ, അദ്ദേഹത്തിന്റെ കാലത്ത് അമേരിക്കയിൽ നിലനിന്നിരുന്ന അടിമത്ത വ്യവസ്ഥിതി 1863 നിയമം മൂലം നിർത്തലാക്കിക്കൊണ്ട് ലക്ഷക്കണക്കിന് ജനങ്ങളെയാണ് സ്വതന്ത്രരാക്കിയത്. അന്ന് എബ്രഹാം ലിങ്കൺ അഴിച്ചുവെച്ച അടിമച്ചങ്ങല 150 വർഷത്തിന് ശേഷം അധികാരത്തിൽ വന്ന ട്രംപ് വീണ്ടും ആ അടിമച്ചങ്ങലയുടെ ജനങ്ങളെ അണിയിക്കുന്ന ദുഷ്കരമായ ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എബ്രഹാം ലിങ്കൺ അന്ന് ആ അടിമത്തം നിർത്തലാക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തെ പ്രേരിപ്പിച്ച വികാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന മാനവിക വികാരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ഒരു നിലപാടാണ് ട്രംപ് സ്വീകരിച്ചത്. കാരണം ആരും അടിമയായി ജനിക്കുന്നില്ലെന്നും അടിമത്ത വ്യവസ്ഥ അടക്കമുള്ള എല്ലാ സാമൂഹിക വ്യവസ്ഥകളും മനുഷ്യനാൽ സൃഷ്ടിക്കപ്പെടുന്നവയാണെന്നും അതെല്ലാം മനുഷ്യർക്കെതിരായിട്ട് വന്നു കഴിഞ്ഞാൽ, മനുഷ്യർക്ക് ദോഷമായിട്ട് വന്നു കഴിഞ്ഞാൽ അതെല്ലാം തച്ചുടക്കുവാനും പരിഷ്കരിക്കുവാനും മാറ്റിത്തീർക്കുവാനും മനുഷ്യർക്ക് കഴിയണം എന്നുള്ള മഹത്തായ സന്ദേശമാണ് എബ്രഹാം ലിങ്കൺ ലോകത്തിന് നൽകിയത്. എന്നാൽ ആ മാനവികമായ വികാരങ്ങൾ, ആ മാനസികമായ ആ മുദ്രാവാക്യങ്ങൾ, സമത്വം, സാഹോദര്യം, സ്വാതന്ത്ര്യം എന്നുള്ള ആ മാനവികമായിട്ടുള്ള ദർശനങ്ങൾ കൂടുതൽ വിപുലമാകുകയും കൂടുതൽ സാഹോദര്യവും ഒക്കെ തന്നെ ജനങ്ങളുടെ ഇടയിൽ വളർന്നു വരികയും ചെയ്യേണ്ടതാണ്. എന്നാൽ അതിനുശേഷം അധികാരത്തിൽ നിന്ന ഭരണാധികാരികളൊക്കെ തന്നെ ലിങ്കൺ എടുത്ത ആ നിലപാട് നേരെ ഘടകവിരുദ്ധമായ നിലപാടുകളാണ് എടുത്തത്. അത് 47ാമത് പ്രസിഡന്റ് ആയിട്ട് വന്ന ട്രംപിന്റെ കാലത്ത് വരുമ്പോൾ ഏറ്റവും പിന്തിരിപ്പനായിട്ടുള്ള ജനവിരുദ്ധമായിട്ടുള്ള നയങ്ങളാണെന്ന് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. രണ്ടാമത് ട്രംപ് നടപ്പിലാക്കിയ തീരുമാനം എന്നുള്ളത് ലോകാരോഗ്യ സംഘടനയിൽ നിന്നും പുറത്തു പോകാൻ അമേരിക്ക തീരുമാനിച്ചു എന്നുള്ളതാണ്. പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ ലോകാരോഗ്യ സംഘടനയുടെ പ്രസക്തി ഏറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. കാരണം എപ്പോഴും എവിടെ നിന്നാണ് യുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നത് നമുക്ക് അറിയാൻ കഴിയുന്നില്ല. മാത്രമല്ല, സുനാമി പോലുള്ള പ്രകൃതി ദുരന്തങ്ങളും കൊറോണ പോലുള്ള
മഹാവ്യാധികളും അതുപോലെ തന്നെ നിലനിൽക്കുന്ന യുദ്ധങ്ങളിലൊക്കെ തന്നെ നിരാഡംബരം അതുപോലെ തന്നെ അംഗവൈകല്യമെന്ന് ജനങ്ങൾക്ക് ആരോഗ്യ പരിരക്ഷ നൽകി അവരെ ജീവിതത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാനുള്ള ഉത്തരവാദിത്വമാണ്, കടമയാണ് ലോകാരോഗ്യ സംഘടന നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടിയാണ് ലോകരാജ്യങ്ങൾ ചേർന്ന് അത്തരമൊരു സംഘടനക്ക് രൂപം നൽകിയത്. എന്നാൽ ആ സംഘടനയുടെ പ്രസക്തി ഏറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ അതിൽ നിന്ന് തലയൂരി പോകുന്ന ഒരു പിന്മാറിപ്പോകുന്ന സമീപനമാണ് ട്രംപ് സ്വീകരിച്ചത്. അതിന് ട്രംപ് പറഞ്ഞത് അമേരിക്കക്കാർ ഉയർത്തുണ്ടാക്കിയ പണം മറ്റുള്ളവർ കൊണ്ട് തിന്നണ്ട എന്നാണ് പറയുന്നത്. എത്രയോ പിന്തിരിപ്പിനായ എത്രയോ വില കുറഞ്ഞൊരു നിലപാടാണ് ട്രംപ് സ്വീകരിച്ചതെന്ന് നമുക്ക് കാണാൻ കഴിയും. രണ്ടാമത്തെ കാര്യം, ലോകാരോഗ്യ സംഘടനയിൽ നിന്നും പുറത്തു പോകാൻ തീരുമാനമെടുത്തു. രണ്ടാമത്തെ തീരുമാനം പാരീസ് ഉടമ്പടിയിൽ നിന്നും പുറത്തു കിടക്കാൻ അമേരിക്ക തീരുമാനിച്ചതാണ്. ലോകരാജ്യങ്ങൾ ചേർന്ന് പാരീസ് ചേർന്ന് ഒരു ഉടമ്പടി ഉണ്ടാക്കുകയാണ് ചെയ്തത്. അതായത് കാലാവസ്ഥാ വ്യതിയാനം, ആഗോളതാപനം പോലുള്ള മഹാവിപത്തുകളെ കുറച്ചുകൊണ്ടതിനു വേണ്ടി, അതിനെ നേരിടുന്നതിന് വേണ്ടിയിട്ട് ലോകരാജ്യങ്ങൾ ചേർത്ത് എടുത്ത ചില തീരുമാനങ്ങളുണ്ട്. അതാണ് പാരീസ് ഉടമ്പടി എന്ന് പറയുന്നത്. ആ പാരീസ് ഉടമ്പടിയിലെ തീരുമാനങ്ങൾ അംഗരാജ്യങ്ങൾ വളരെ നല്ല നിലയിൽ പ്രാവർത്തികമായിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ആ പാരീസ് ഉടമ്പടിയിൽ നിന്നും അമേരിക്ക പിന്മാറാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഈ ആഗോളതാപനത്തിന് കാരണമായിട്ടുള്ള ഹരിതകൃതവാതങ്ങൾ ഏറ്റവും കൂടുതൽ പുറന്തള്ളുന്നത് അമേരിക്കയാണെന്ന് കൂടി മനസ്സിലാക്കുമ്പോഴാണ് അമേരിക്കയുടെ ഈ പിന്തിരിപ്പിത്തം, ഈ വില കുറഞ്ഞ ഈ നടപടി നമ്മൾ വിലയിരുത്തേണ്ടത്. മൂന്നാമത്തെ നടപടിയാണ് ഇന്ന് ലോകരാജ്യങ്ങളെ ആകെ ഭീതിയിലാഴ്ത്തിക്കൊണ്ട്, ലോകരാജ്യങ്ങളെ ഒരു അരക്ഷിതാവസ്ഥയിലേക്ക് എത്തിച്ചുകൊണ്ട് എടുത്തിരിക്കുന്ന വ്യാപാര യുദ്ധം, നികുതി യുദ്ധം എന്ന പേരിൽ അറിയപ്പെടുന്ന വ്യാപാര യുദ്ധം. അതിന്റെ ഫലമായിട്ട് ഇന്ന് ആഗോളതലത്തിൽ വാണിജ്യ വ്യവസായ മേഖല ഇന്നൊരു സ്തംഭനാവസ്ഥയിലാണ്. ലോകത്തിലെ വിപണികളെല്ലാം ഇടിഞ്ഞു താഴുന്നു. എല്ലാ ഷെയർ മാർക്കറ്റുകളിലും ഇടിഞ്ഞു താഴുന്ന ഒരു കാഴ്ചയാണ് കണ്ടുവരുന്നത്. ഇന്ന് ഇന്ത്യയെ ഏറ്റവും കൂടുതൽ ഇത് ബാധിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. IT സെക്ടർ അടക്കമുള്ള സെക്ടറെല്ലാം അമേരിക്കയുടെ ബന്ധപ്പെട്ടാണ് ഇവിടെ നല്ല രീതി നടത്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ സീ ഫുഡ്, സമുദ്രോൽപ്പന്ന കയറ്റുമതി, അത് കേരളം മാത്രം കഴിഞ്ഞ വർഷം 1000 കോടി രൂപയുടെ സീ ഫുഡാണ് അമേരിക്കയിൽ കയറ്റയച്ചത്. അങ്ങനെ ഗണ്യമായ രീതിയിൽ 100% വരെ നികുതി ഇറക്കുമതി ചുങ്കമാണെന്ന് ലോകരാജ്യങ്ങൾക്കെതിരായിട്ട് അമേരിക്ക പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതിനെതിരായിട്ട് ലോകരാജ്യങ്ങളുടെ അമേരിക്കക്കെതിരായിട്ട് വളരെ നല്ല രീതിയിൽ പ്രതിഷേധങ്ങളാണ് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. യൂറോപ്യൻ യൂണിയനും ചൈനയും മെക്സിക്കോയും കാനഡയും അടക്കമുള്ള രാജ്യങ്ങൾ ഇതിനെതിരായിട്ട് ശക്തമായ രംഗത്ത് വന്നിരിക്കുകയാണ്. അമേരിക്ക ഈ നികുതി യുദ്ധത്തിൽ നിന്ന് പിന്മാറിയില്ലെങ്കിൽ അമേരിക്ക നടപ്പിലാക്കുന്ന അതേ നാണയത്തിൽ തന്നെ, അതേ അർത്ഥത്തിൽ തന്നെ ഞങ്ങൾ തിരിച്ചടിക്കുമെന്നും ആണ് ഈ മെക്സിക്കോയും കാനഡയും യൂറോപ്യൻ യൂണിയനും ചൈനയും അടക്കമുള്ള രാജ്യങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇപ്പോൾ അവസാനമായി ചൈനയ്ക്കെതിരായിട്ട് 154% നികുതിയാണ് ചൈനയ്ക്കെതിരെ അമേരിക്ക. ഈ നിലപാട് ലോകത്തിലെ വല്ലാത്തൊരു അരക്ഷിതാവസ്ഥയും ഒരു സംഘർഷഭരിതമായ ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ഈ ലോക ഭരണാധികാരികളെ നിലനിർത്തി നിർത്തുന്നതിന് വേണ്ടിയിട്ട് ഓരോരോ രാജ്യത്തെയും ജനങ്ങൾ മുന്നോട്ടിറങ്ങി വരേണ്ട ഒരു കാലഘട്ടമാണത്. കാരണം ഇന്ന് എല്ലാ ലോകത്തിലും ഭരണാധികാരികൾ ഏറ്റവും കൂടുതൽ ജനവിരുദ്ധരായി മാറിക്കൊണ്ടിരിക്കുന്ന, ക്രിമിനലുകളായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ സ്വന്തം അധികാര കസേര ഉറപ്പിച്ചു നിർത്തുന്നതിന് വേണ്ടിയിട്ട് മറ്റുള്ള ആൾക്കാരുടെ മേലെ കുതിര കയറുകയും അതുപോലെ നിരപരാധികളായ ജനങ്ങളെ കൊന്നൊടുക്കുന്ന, യുദ്ധങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ട് ജനങ്ങളെ കൊന്നൊടുക്കുന്ന ക്രൂരന്മാരായി നമ്മുടെ ഭരണാധികാരികൾ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇത്തരം അഫാന്മാരെ പോലുള്ള മാനസികാവസ്ഥയുള്ള ഈ ഭരണാധികാരെ നിലക്ക് നിർത്തുന്നതിന് വേണ്ടിയിട്ട് ഓരോരോ രാജ്യത്തെയും ജനങ്ങൾ മുന്നിട്ടിറങ്ങേണ്ട ഒരു കാലഘട്ടമാണത് നാം ഈ അവസരത്തിൽ പറയാനുള്ളത്. പറഞ്ഞുകൊണ്ട് വൈൻഡപ്പ് ചെയ്യുന്നു. അടുത്തൊരു വിഷയമായ അടുത്ത വീഡിയോയിൽ വരാമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.